സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളാണ് പറഞ്ഞത്. വിശ്വാസത്തിൽ വളരേണ്ടത് അല്ലെങ്കിൽ വിശ്വാസത്തിൽ മരിക്കുന്നതിനുള്ള രീതിയിൽ നമ്മൾ വളരണമല്ലോ, അപ്പോഴതുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചില ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ബൈബിളിലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് രക്ഷ പെർമനൻ്റാണ്. അത് യേശുക്രിസ്തു നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നതാണ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മളെ ജസ്റ്റിഫൈ നീതീകരിച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് പരിശുദ്ധാത്മാവെന്ന അച്ചാരം തന്നിരിക്കുന്നു. അത് നമ്മളെ മാർക്ക് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, അത് ഗ്ലോറിഫിക്കേഷൻ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നു. അത് റോമർ 11:29 പറയുന്നത് ദൈവത്തിൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് ദൈവം അനുദപിക്കാറില്ല. അതുകൊണ്ട് സാൽവേഷൻ ഇസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ദ ഗോഡ്സ് ഗിഫ്റ്റ് ഈസ് ഇറവക്കബിൾ. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയും ചില വാക്യങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തീത്തോസ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽച്ച പ്രസംഗത്തിൽ തക്ക സമയത്ത് എൻ്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത് നിത്യജീവൻ്റെ പ്രത്യാശ ഹേതുവായി. അതിൽ പറയുന്ന ഇതാണ്, ഫോഷ്കില്ലാത്ത ദൈവം പറയുന്നത് ഒരിക്കലും കളവല്ല, അത് ഫോഷ്കില്ല എന്നുള്ളതാണ്. ഗോഡ് കനോട്ട് ലൈ. നമ്മൾക്കൊക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ വാക്കൊക്കെ മാറ്റി പറയുന്നവരാണ്. എന്നാൽ ദൈവം അത് ഒന്നും വാക്ക് മാറ്റി പറയുന്നതല്ല. ഇവിടെ വിഷയം വരുന്ന ഇതാണ്, ക്രിസ്ത്യാനികൾ വീണ്ടും ജനിച്ചു എന്നൊക്കെ പറയുന്നവർ മാതൃകയില്ലാത്ത ജീവിതം നയിക്കുന്നു. പാപത്തിന് അടിമയായി അനുദപിക്കാതെ പാപത്തിൽ തുടരുന്നു. ചിലർ വിശ്വാസം പോലും ത്യജിച്ച് ഇരിക്കുന്നു, കർത്താവിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്? അവരുടെ രക്ഷ എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഇസ്രായേൽ മക്കളെ കർത്താവ് മരുഭൂമിയിൽ കൂടി നടത്തി കഴിഞ്ഞപ്പോൾ അതിന് നേരെ പിറുപിറുത്തവരെ ദൈവം അവിടെ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് നമ്മൾ കണ്ടു. അത് പഴയ നിയമത്തിൽ നിന്ന്. അതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നും 2 പത്രോസ് 2-ാം അധ്യായത്തിൽ നിന്നും ഉള്ള വാക്യങ്ങൾ അവരെ രക്ഷയിലേക്ക് അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ അവരെ കഴിവുള്ളതല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അന്നേരം അങ്ങനെയും പറയുന്നു, ഇങ്ങനെയും പറയുന്നു. അത് ഏതാണ് സത്യം എന്നുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ട്. ചില സഭകൾ പോലും ഇതിനകത്ത് ചില സ്റ്റാൻഡുകൾ എടുത്തിട്ടുണ്ട്. ചില സഭകൾ രക്ഷ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു, ചില ആളുകൾ അല്ലെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ലോകത്തിലെ കാര്യം തന്നെ എടുക്കാം. എനിക്കൊരു മകനുണ്ട്. എൻ്റെ മകൻ എന്നെ അനുസരിക്കാതെ അവന് തോന്നിയതുപോലെ ജീവിക്കുകയാണ്. എന്നെ അനുസരിക്കുന്നു, ഓക്കെ ആകുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, അത് സാരമൊരു പ്രശ്നമില്ല. എന്നെ അനുസരിക്കാതെ തോന്നിയതുപോലെ അങ്ങ് പോയാൽ അവനോട് ഞാൻ പറയും, എടാ നീ തിരിച്ചു വരണം, നീ അങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെ വേണം, നീ എൻ്റെ മകനാണ്, എൻ്റെ റൈറ്റ്സും പ്രിവിലേജസും എൻ്റെ പിന്നീടുള്ള പിന്തുടർച്ച അവകാശവും ഒക്കെ നിനക്കുള്ളതാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവൻ തെറ്റി ഒഴിഞ്ഞു പോയാലും അവൻ എൻ്റെ മകനല്ലാതെ ഇരിക്കുകയില്ല, എൻ്റെ മകനായിരിക്കും. എന്നാൽ എനിക്ക് നിർണ്ണയിക്കാം അവന് എൻ്റെ അവകാശം കൊടുക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം എനിക്ക് നിർണ്ണയിക്കാം. ചിലപ്പോൾ അവൻ എന്നെ ശപിക്കുകയും അല്ലെങ്കിൽ എനിക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ ചിലപ്പോൾ ഞാൻ വിചാരിക്കും സ്വത്തുകളൊന്നും അവന് കൊടുക്കണ്ട, അല്ലെങ്കിൽ അവന് ബാക്കിയുള്ള എൻ്റെ സക്സഷനൊന്നും അവന് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച്, അല്ല അനാഥാലയത്തിൽ എഴുതി വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളും ഒക്കെ നമുക്ക് കാണാമല്ലോ. എന്നാലും അവൻ്റെ DNA-യും എൻ്റെ DNA-യും ചെക്ക് ചെയ്താൽ സെയിമാണ്. കാരണം എൻ്റെ മകനാണ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിൽ നിന്ന് അതിൽ നിന്ന് മാറുന്നില്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മകനായി തുടരും. എന്നാൽ ഭയപ്പെടുത്തിയും മകനായി ജീവിക്കാൻ 2 രീതിയിലും ഉണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ദൈവം ന്യായം നടത്തുന്ന ദൈവമാണ്, നീതിയോടുകൂടി ന്യായവിധി നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട്
എന്നെ ദൈവം നശിപ്പിച്ചു കളയും എന്ന് മനസ്സിലാക്കി പേടിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നു. ഒന്ന് അല്ല, അടുത്ത ഒരു വ്യക്തി അങ്ങനെയല്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് മനസ്സിലാക്കി ആ സ്നേഹത്തിൽ അപ്പൻ ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്നുള്ള സ്നേഹത്തിൽ ജീവിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ഇത്തിരി വ്യത്യാസമില്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മകൻ അയ്യോ അപ്പൻ എന്നെ കൊല്ലും, അല്ലെങ്കിൽ അപ്പൻ്റെ സ്വത്തൊക്കെ എനിക്ക് കിട്ടണം, അതുകൊണ്ട് ഞാൻ പേടിച്ച് അപ്പൻ്റെ കീഴിൽ ജീവിക്കുന്നു ഒരു മകൻ. മറ്റേ മകൻ അങ്ങനെയല്ല, സ്നേഹത്തോടുകൂടി അപ്പൻ ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്നു. അത് ഏതാണ് ആനന്ദകരമായിട്ടുള്ളത്? നിങ്ങൾ തന്നെ ചിന്തിച്ചു. അത് നമുക്കറിയാം, ആദ്യം പറഞ്ഞതാണ് ആനന്ദകരമായിട്ട്. ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി അപ്പനുമായിട്ട് വർത്തിച്ച് ജീവിക്കുന്ന മകൻ, ആ റിലേഷൻഷിപ്പാണ് ഏറ്റവും ആനന്ദകരമായിട്ടുള്ളത്. മറ്റേത് പേടിച്ച് ജീവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വീണ്ടും ജനിച്ചൊരു വ്യക്തി ദൈവത്തിൻ്റെ മകനായി ആ ഒരു സ്നേഹത്തിലെ ആ ഒരു ഫെലോഷിപ്പിൽ ജീവിക്കാനായിട്ടാണ്, അല്ലാതെ പേടിച്ച് നിലവിളിച്ച് ജീവിക്കാനായിട്ടല്ല. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. പഴയ നിയമത്തിലെ അതാണ് മധ്യസ്ഥൻ വരാനുള്ള കാര്യം തന്നെ. ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ ശോഭയും ഒക്കെ ആ സമാഗമന കൂടാരത്തിലോട്ടും അല്ലെങ്കിൽ ആ മലയിലും ആ സമാഗമന കൂടാരത്തിലും ഒക്കെ വരുന്ന സമയത്ത് ആളുകൾ പേടിച്ചു. ആളുകൾക്ക് അങ്ങോട്ട് ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് അവർ പറഞ്ഞു, മോശയോട് പറഞ്ഞു, മോശേ നീ ഇതിൻ്റെ മധ്യസ്ഥനായിട്ട് നിൽക്കണം. അതിന് ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം മോശയാണ് മനുഷ്യർക്ക് കൊണ്ട് കൊടുത്തത്. കാരണം ദൈവത്തെ ഫേസ് ചെയ്യാനായിട്ട് മനുഷ്യർക്ക് പറ്റിയില്ല ആ സമയത്ത്. എന്നാൽ പുതിയ നിയമം വന്നപ്പോഴത്തേക്ക് അങ്ങനെയല്ല, സ്നേഹത്തോട് എറ്റേണൽ ലവ് ആയിട്ടുള്ള കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹം ആ രീതിയിലായിരിക്കണം ഉള്ളത്. ഞാൻ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനം എന്നിൽ നിന്ന് വരണം. വന്നില്ലെങ്കിൽ എൻ്റെ രക്ഷിക്കപ്പെടൽ ശരിക്കുമുള്ളൊരു രക്ഷിക്കപ്പെടലല്ല. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ജനിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ പാപത്തിൽ വീണുപോയാൽ പോലും കർത്താവ് എന്ന ഒരു അഡ്വക്കേറ്റ് നമുക്കുണ്ട് എന്നുള്ളത്. റോമർ 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലെ പൗലോസ് ഇതിനെ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ് നിങ്ങളത് പ്രത്യേകിച്ച് വായിച്ച് നോക്കണം. സോ ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഇതിന് ഈ രക്ഷയ്ക്ക് കുറേ കാലങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് വി ഹാവ് ടു ഡിഫൈൻ ഇറ്റ് വെദർ ഇറ്റ് ഈസ് എ ഈവൻറ്റ് ഓർ എ പ്രോസസ്. ശ്രദ്ധിക്കുക, പ്ലീസ് ശ്രദ്ധിക്കുക. ഇത് ഒരു ഈവൻ്റ് ആണോ ഒരു പ്രോസസ്സാണോ? ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണോ, ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു, പ്രത്യേകിച്ച് ബൈബിൾ പണ്ഡിതനായ ആൻഡ്രൂ എന്ന് പറഞ്ഞൊരു വ്യക്തി പറയുന്നുണ്ട്, ഇതൊരു പ്രോസസ്സും ഒരു ഈവൻറ്റും രണ്ടും ഈ രക്ഷയ്ക്കകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ പ്രോസസ്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ആൻ ഈവൻറ്റ് ബട്ട് ഓൾസോ എ പ്രോസസ്. ഈവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, പ്രോസസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം എന്താണ്? ഇതിനകത്ത് എലക്ഷനുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, പ്രീ ഡെസ്റ്റിനേഷനുണ്ട്, മുൻ നിയമിക്കുന്നുണ്ട്, റിഡംഷനുണ്ട്, വീണ്ടെടുപ്പുണ്ട്, പ്രൊപ്പിറ്റിയേഷൻ പ്രായച്ചിത്തമുണ്ട്, ഡിവൈൻ കോളിംഗ് ദൈവത്തിൻ്റെ വിളിയുണ്ട്, റീജനറേഷൻ പുതുക്കമുണ്ട്, റെക്കൺസിലിയേഷൻ നിരപ്പുണ്ട്, ഫോർഗീവ്നെസ് ഉണ്ട്, ക്ഷമയുണ്ട്, അഡോപ്ഷനുണ്ട്, ദത്ത് എടുപ്പുണ്ട്, സാങ്ക്ടിഫിക്കേഷനുണ്ട്, വിശുദ്ധീകരണമുണ്ട്, ഗ്ലോറിഫിക്കേഷനുണ്ട്, തേജസ്കരണമുണ്ട്. 11 ഐറ്റം ഈ പറഞ്ഞ ഐറ്റം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ചിലതെല്ലാം ഒരുമിച്ച് ഒരു ഈവൻ്റായിട്ട് വരുന്നതാണ്, ഒരു സംഭവമാണ്. യേശുക്രിസ്തു മരിച്ചു, നമ്മൾക്ക് യാഗമായി തീർന്നു, നമ്മളെ വീണ്ടെടുത്തു, അതൊരു ഈവൻ്റാണ്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു പ്രോസസ്സും കൂടിയാണ്. കാരണം നമ്മൾ യു ആർ സേവ്ഡ്, യു ആർ ബീയിങ് സേവ്ഡ് ആൻഡ് യു വിൽ ബി സേവ്ഡ്. 3 ടെൻസിലെ കാലങ്ങളിൽ ഇത് നമുക്ക് കാണാം. നമ്മളെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെടും. അത് ഈ 3 കാലങ്ങളും ഇതിനകത്തുണ്ട്. കാരണം നമ്മളിപ്പോഴേ നമ്മുടെ ആത്മാവ് നമ്മുടെ ജഡശരീരത്തിലാണല്ലോ വസിക്കുന്നത്. അതുകൊണ്ട് ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നമ്മളൊരിക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിലെ തേജസ്സിൽ നമ്മൾ അവനോടൊപ്പം കാണേണ്ടവരാണ്. അതുകൊണ്ട് ഈ 3 കാലങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മറന്നുപോയത്. 3 വാക്യങ്ങൾ ഞാൻ ഇതിനകത്ത് വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിക്കാം. എഫേസ്യർ 2:8 പോൾ പറയുന്ന ഒരു വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാവുന്നു. യു ഹാവ് ബീൻ സേവ്ഡ് ബൈ ഗ്രേസ്, യു ആർ സേവ്ഡ് ത്രൂ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസം മൂലം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. 1 കൊരിന്ത്യർ 1:18
ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആവുന്നു. രക്ഷിക്കപ്പെടുന്ന നമുക്കോ, ഹു ആർ ബീയിങ് സേവ്ഡ്, അതൊരു കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് രക്ഷിക്കപ്പെടുന്ന, നേരത്തെ പറഞ്ഞത് പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ ഇൻസിഡൻ്റ് ആണ്. ഇത് പറഞ്ഞൊരു പ്രോസസ്സാണ്. ദിസ് ഈസ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റോമർ 13:11 വാക്യം, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അധികം അടുത്തിരിക്കുന്നു. സി, സാൽവേഷൻ ഈസ് നിയർ ടു അസ്. നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും വരുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം, ഫ്യൂച്ചർ. അപ്പോൾ ഇത് മൂന്നും ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതൊരു ഈവൻ്റ് മാത്രമല്ല, ഒരു പ്രോസസ്സും കൂടിയാണ്. അതായത് ഇത് കഴിഞ്ഞ കാര്യത്തിൽ കർത്താവ് ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ് അതെല്ലാം. അതൊരു ഈവൻ്റ് ആയിരുന്നു, അത് കഴിഞ്ഞു. അതിൽ കൂടി നമ്മൾ രക്ഷ പ്രാപിച്ചു. ദാറ്റ് ഈസ് ഷുവർ, 100% ഷുവർ. എന്നാൽ ഇനി ഇപ്പോൾ പ്രസൻറ്റ് ഈ പ്രോസസ്സിൽ കൂടി നമ്മൾ കടന്നു പോകണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ, മുമ്പേ നിഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിട്ട് നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടിയുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. See, if indeed you continue in faith, stable and steadfast, not shifting from the hope of gospel. See, അങ്ങനെ ചെയ്താൽ, ഈഫ് കണ്ടീഷനിലാണ്, അത് അങ്ങനെ ചെയ്താൽ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ രക്ഷിക്കപ്പെട്ട് അങ്ങനെ ഇരിക്കാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ആ ഫെയ്ത്തിൽ നമ്മൾ സ്റ്റേബിളാണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ജനിച്ചു എന്ന് പറഞ്ഞാൽ ആ കൊച്ച്, 1 വയസ്സുള്ള കൊച്ച് 10 വർഷം കഴിഞ്ഞാൽ ആ ഒരു വയസ്സുള്ള കൊച്ചിൻ്റെ പ്രവർത്തനം നടത്തിയാൽ നിങ്ങൾ പറയും ആ കൊച്ച് ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. നിങ്ങൾ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ആ രക്ഷിക്കപ്പെട്ട് അങ്ങനെ ഇരിക്കാനായിട്ടല്ല, കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത്, സ്റ്റേബിൾ ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്, അടിസ്ഥാനപ്പെട്ടവരും ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരും ഈ വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അവൻ്റെ മുമ്പിൽ നിൽക്കും. അതൊരു പ്രത്യാശയാണ്. ദ ഹോപ്പ് ഓഫ് ദ ഗോസ്പൽ, അവൻ്റെ മുമ്പിൽ നിൽക്കും എന്നുള്ള പ്രത്യാശ. അതുകൊണ്ട് വാണിംഗ് ബോർഡുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ച് കോട്ടയത്തിന് പോകുമ്പോൾ വഴിയിലൊരു വാണിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അപകടമുണ്ട് അല്ലെങ്കിൽ ഇന്നതുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കാതെ പോയാൽ എന്ത് പറ്റും? അപകടം ഉണ്ടാവും. അപകടം ഉണ്ടായാൽ എന്താണ്? കുഴി വീഴും. അതായത് നമ്മളതിന് പറയുന്നത് എന്താണ്? നമ്മളെ ക്രിസ്തീയ ടേമിലെ ബാലശിക്ഷകളൊക്കെ ഇടയ്ക്ക് വരും. ഒരു അപകടം ബോർഡ് നോക്കി അതനുസരിച്ച് പോയില്ലെങ്കിൽ ബാലശിക്ഷ വരും. അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. യൂദയുടെ ലേഖനം 24-ാം വാക്യത്തിൽ ഇങ്ങനെ തുടങ്ങുന്നത് എങ്ങനെയാണ്? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സകലകാലത്തിന് മുമ്പേ ഇപ്പോഴും സദാകാലത്തേക്കും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകട്ടെ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച്, ആ വീഴാതെ വണ്ണം നിർത്തുന്ന ഉത്തരവാദിത്വം കർത്താവിനുള്ളതാണ്, നമുക്കുള്ളതല്ല, കർത്താവിനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത്രയും ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രക്ഷ നഷ്ടപ്പെടത്തില്ല, എന്നാൽ നമുക്കൊരു റോളുണ്ട് അതിനകത്ത്. നമ്മൾ 1 വയസ്സുള്ള കൊച്ചിനെ പോലെ ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 2:2 പറയുന്നത് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പറയുന്നു, അല്ലേ? രക്ഷയ്ക്കായി വളരുവാൻ, അതിനൊരു ഗ്രോത്ത് വേണം. രക്ഷയിലൊരു ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്താണുള്ളത്? അതുകൊണ്ട് ഗ്രോത്തിനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ആ ഗ്രോത്ത് വന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയി പോകും. സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ അതനുസരിച്ച് വളർന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? യൂസ്ലെസ് ആയി പോകും. യൂസ്ലെസ് ആയാൽ എന്താണ്? ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്താണ്? പുറത്തിട്ട് ചവിട്ടിക്കളയാം എന്നുള്ള ഒരു രീതിയിൽ ആയിത്തീരും എന്ന് നമ്മൾ വന്നു പോരുത്. ഫിലിപ്പിയർ 2:12 പറയുന്നത് വർക്കൗട്ട് യുവർ സാൽവേഷൻ.
നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വേണ്ടി നിങ്ങൾ വിറയലോടുകൂടി ട്രംബിൾ ചെയ്ത് നിങ്ങൾ പ്രവർത്തിപ്പീൻ എന്നുള്ള. അതുകൊണ്ട് ഇന്ന് ഇങ്ങനൊരു ചിന്ത വരാനുള്ള കാര്യം എന്താണ്? ഇന്ന് നമ്മൾ രക്ഷ നഷ്ടപ്പെടത്തില്ല എന്നൊരു ചിന്ത വരാനുള്ള കാര്യം എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ പിശാച് അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ. വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് അന്ത്യകാലമാണ്, ഞാൻ വരുമ്പോഴേ നിങ്ങളുടെ ഇടയിൽ വിശ്വാസം ഉണ്ടാകുമോ എന്ന് വരെ കർത്താവ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഇന്ന് കാണുന്നതെന്ന് ചോദിച്ചാൽ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം വന്ന് തെറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയൊരു അവസ്ഥയാണുള്ളത്. അതുമാത്രവുമല്ല, ഇഹലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, വിഷയമോഹങ്ങൾ, ഇവയൊക്കെ വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി കളയുന്ന ഒരനുഭവം. മാർക്കോസ് 4:19 വാക്യമാണത്. ഇഹലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, വിഷയമോഹങ്ങൾ, ഇതെല്ലാം കുടുങ്ങിയിട്ട് വചനത്തെ ഞെരുക്കിക്കളയുന്ന കാര്യങ്ങൾ. അതുപോലെ യേശുക്രിസ്തു അവസാനത്തിൻ്റെ തന്നെ വരവിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു കെണി പോലെ വന്നു ചേരും. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവാനായിട്ട് ലൂക്കോസ് 21:34 പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള ജീവിതഭാരങ്ങളും ഇങ്ങനെയുള്ള പിശാച് പല കാര്യങ്ങളും കൊണ്ടുവന്ന് ആളുകളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ തന്നെ നമ്മൾ വരുന്നത്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു പൈതൽ ദൈവകൃപയിൽ ജീവിക്കുകയും അതനുസരിച്ച് വളരുകയും ചെയ്യുമ്പോഴേ ഒരിക്കലും ഒരു പ്രയാസവുമില്ല. അവൻ വിശ്വാസത്തിൽ ജനിച്ചു, വിശ്വാസത്തിൽ വളരുന്നു, വിശ്വാസത്തിൽ മരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, ശ്രോതാക്കളെ, ഇന്നത്തെ എൻ്റെ സമയം ഇവിടെ അവസാനിച്ച് ഞാൻ നിർത്തുകയാണ്. നമ്മൾ വിശ്വാസത്തിൽ മരിക്കണമെങ്കിൽ വിശ്വാസത്തിൽ വളരണം. അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുമെന്നുള്ളതല്ല, അത് ദൈവമാണ് നോക്കുന്നത്. നിത്യമായിട്ടുള്ള രക്ഷയാണ്, അതൊരിക്കലും നഷ്ടപ്പെടുന്ന ഒന്നല്ല. എന്നാൽ നമ്മൾ വളർന്നില്ലെങ്കിൽ ആ രക്ഷയുടെ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് നടക്കുകയില്ല. നമ്മൾ വളരണം, അതിന് മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. പിശാച് കൊണ്ടുവരും ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ട് നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ ആ സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇഹലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, വിഷയമോഹങ്ങൾ, അതിഭക്ഷണം, ഹൃദയം വേവലാതപ്പെടുന്നു, ഉപജീവന ചിന്തകൾ, ഇതെല്ലാം കൊണ്ടുവന്ന് നിങ്ങളെ ഷ്രിങ്ക് ചെയ്ത് കളയുമ്പോഴേ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ രക്ഷയ്ക്കായിട്ട് വളരുവാനായിട്ട് വർക്കൗട്ട് ഫോർ യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ്, ആ രീതിയിലാവുമ്പോഴേ ദൈവം എത്ര സന്തോഷിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അവിടെ പ്രാർത്ഥിക്കാം. തീർച്ചയായും ഈ രക്ഷ, നിങ്ങളെ ഈ രക്ഷയിലേക്ക് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരെ കടന്നു വന്നിട്ടില്ലെങ്കിൽ ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷകനായി തീർന്നുകൊണ്ട് അവൻ്റെ വഴിയിൽ ജീവിപ്പാനായിട്ട് തീരുമാനമെടുക്കാം. അല്ല, നിങ്ങൾ കടന്നു വന്ന് പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിഞ്ഞു വന്ന് ഇങ്ങനെയുള്ള ചിന്തകൾ പിശാച് കൊണ്ടുവരുന്നില്ല, അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനമെന്ന പാല് കുടിച്ച് രക്ഷയ്ക്കായി ദിനം പ്രതി വളരുകയും അതിനുവേണ്ടി വാഞ്ചിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ഇടവരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാനായിട്ട് കൃപയൊരുക്കിയ സ്തോത്രം. രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ ഈ ദിവസങ്ങളുണ്ടായിരുന്നല്ലോ. എന്നാൽ തീർച്ചയായും ദൈവത്തിൻ്റെ വചനപ്രകാരം രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുന്ന ഒന്നല്ല. എന്നാൽ രക്ഷയിൽ വളരുവാനായിട്ട് ഞങ്ങളുടെ വലിയൊരു ദൗത്യം ഞങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഈ ദിവസങ്ങളെ ചെയ്യുവാനായിട്ട് കർത്താവെ ഞങ്ങൾക്ക് കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകളാൽ, വിഷമതകളാൽ ഇരിക്കുന്നവരുണ്ട്, കടഭാരത്തിലിരിക്കുന്നവരുണ്ട്, ഈ ലോകത്തിലെ ചിന്തകൾ വന്നിട്ട് കർത്താവെ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. നാളെ എന്താകും എന്നുള്ള ലോൺ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ ഫൈനാൻഷ്യലായിട്ടുള്ള ക്രൈസിസിലെ പൈസ വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ചില ആളുകൾ ദൈവം കാണിച്ചു തരുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ എല്ലാ ഹൃദയത്തിലെ വിചാരങ്ങളും നീ അറിയുന്നല്ലോ. ഇന്ന് രാത്രികാലം വലിയൊരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിയാത്ത വഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ വലിയ വചനം അവരിൽ കൂടി കർത്താവെ ഇന്ന് ക്രിയ ചെയ്ത വലിയൊരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിയാത്ത വഴിയിൽ നിന്ന് ഉപകാരങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവമേ, ഇന്ന് രാത്രികാലം വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ അവരുടെ മേലെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ ഫൈനാൻഷ്യലായിട്ടുള്ള വലിയ റിലീസ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ, ഈ രാത്രിയിലും അവരെയൊക്കെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടവർക്കായിട്ടെല്ലാം നന്ദി. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനകത്ത് നമ്പറിലെ പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ അയക്കണം. ഇത് പലർക്കും പ്രയോജനമായി തീർന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു മനസ്സിലായി. ചില ആളുകൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് ജോലി അന്വേഷിച്ചൊക്കെ പ്രാർത്ഥനയ്ക്ക് ചോദിച്ചവർക്കൊക്കെ ജോലി കിട്ടിയതായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. ദൈവത്തിനെ അതോർത്ത് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും